നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളാണ്. ഇത് ഭരണപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തലവേദനയായിരുന്നു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനോടെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മൗനം പാലിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമസഭയിൽ മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമത്തിൽ സഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിൽ ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ചു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി കരിക്കു ചുറ്റിയടിക്കുന്ന പോലീസുകാരെ ന്യായീകരിക്കുകയാണ് ഭരണപക്ഷമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. അന്തിക്കാട്ടെ പോലീസ് മർദ്ദനം ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയായിരുന്നു സതീശൻ. ചില പോലീസുകാർ സിനിമയിലെ ആക്ഷൻ ഹീറോ ബിജുവാണെന്നാണ് വിചാരം. CPM ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ചുപൊട്ടിച്ച പോലീസിനെയാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നത്. എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിൻ്റെ ആയുധമായി അംഗീകരിച്ചതെന്നും സതീശൻ സഭയിൽ ചോദിച്ചു. CCTV ഫുട്ടേജ് പുറത്തു വന്നതുകൊണ്ടല്ലേ ഇത്രയും ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വന്നതെന്നും എത്ര പരാതികളും കേസുകളുമാണ് ഇതിന് പിന്നാലെ വന്നത് എന്നും കണ്ടു കഴിഞ്ഞാൽ ചങ്കു പൊറിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് വീഡിയോകളിലെല്ലാം ഉള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ച ദളിത് സ്ത്രീയോട് കക്കൂസിൽ പോയി വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസിനെയല്ലേ നിങ്ങൾ ന്യായീകരിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. ഇത് CCTV ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം മാത്രമാണ്. അല്ലാത്തതും പുറത്തു വരാത്തതുമായി ഇനിയും എത്രയോ കാര്യങ്ങളുണ്ട് എന്നും സതീശൻ ചോദിച്ചു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ശക്തമായാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. കുന്നംകുളത്ത് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത് പ്രതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എരുമപ്പെട്ടി കുന്നംകുളം സ്റ്റേഷനുകളിലാണ് കേസെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നും വകുപ്പുതല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായെന്നും അദ്ദേഹം രേഖാമൂലം മറുപടി നൽകി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു എന്നും ചോദിച്ചു. ആയുധങ്ങളുമായി പോലീസ് ഗുണ്ടകളുടെ കൂടെ പോയി ബോംബ് സംസ്കാരം തന്നെ കൊണ്ടുവന്നത് തന്നെ കോൺഗ്രസ് ആണ് എന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസിനെ ഉപയോഗിച്ച് അന്നവർ CPMനെ നേരിട്ടുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. അതേസമയം കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഉടനടി നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. MLAമാരായ സനീഷ് കുമാറും AKM അഷ്റഫും സത്യാഗ്രഹമിരിക്കും. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. സംസ്ഥാനത്തെ പോലീസിനെ നാണംകെട്ട പോലീസ് എന്ന് വിശേഷിപ്പിച്ച സതീശൻ ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണെന്ന് ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ ഏറാൻമൂളികൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുവെന്നും ആരോപിച്ച സതീശൻ കുന്നംകുളം പീച്ചി പേരൂർക്കട എന്നിവിടങ്ങളിലെ സംഭവങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. കുന്നംകുളം കേസിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചത്. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ നടപടികൾ നിർത്തിവെച്ച അടിയന്തര പ്രമേയത്തിലാണ് ചർച്ച നടന്നത്. റോജി M. ജോൺ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് സഭയിൽ നടത്തിയ പ്രസംഗം ഉദ്ധരിച്ച് ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് ഇപ്പോൾ ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. എന്തായാലും പോലീസ് സേനയെ സംരക്ഷിച്ചുകൊണ്ടൊരു പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെയാണ് കസ്റ്റഡി മർദ്ദനങ്ങളെ സഭയിൽ ഉയർത്തുന്നത്.